പടിഞ്ഞാറ് വശത്ത് കാണുന്ന കൃപാസനം മിഷൻ സെൻറ്ററിലാണ് കുമ്പസാരമെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഇവിടെ കുമ്പസാരം നടക്കണില്ല. കുമ്പസാരം അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കുമ്പസാരം വെക്കാത്തത്. കൃപാസനം മെയ് മാസം വണക്കം. നമുക്കറിയാം, അനുഗ്രഹത്തിൻ്റെ 2 മാസമാണ് കൃപാസനമുള്ളത്, ഒക്ടോബറും മെയ്യും. ഒക്ടോബർ മാസം റാലിയും യോമാർ റാലിയും ഈ മാസത്തിൽ വണക്ക മാസമാണ്. വൈകുന്നേരം 5:15 വണക്കം തുടങ്ങും. ലൈവായിട്ട് നിങ്ങൾക്ക് കൂടാവുന്നതാണ്. നിങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പ്രൊവിഷനുണ്ട്. നിങ്ങളുടെ നിയോഗം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വണക്കം ഏറ്റെടുത്ത് നടത്താവുന്നതാണ്. അതിന് ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ ഇംഗ്ലീഷ് ഉടമ്പടി ആരംഭിച്ചിട്ടുണ്ട്. മലയാള ഭാഷ അറിയാൻ പാടില്ലാത്തവർ, എന്നാൽ അവർക്ക് ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ഉടമ്പടി എല്ലാ ദിവസവും ഉണ്ട്. അത് മൊത്തം മീഡിയം ഇംഗ്ലീഷായിരിക്കും. ക്ലാസ്സുകളും മറ്റുള്ള കാര്യങ്ങൾ. സമയം രാവിലെ 10:30, ഉച്ച കഴിഞ്ഞ് 1:30. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് ഒരു ഉടമ്പടി ജീവിതം നയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെ, ദീർഘകാലം ഇങ്ങനെ ഉടമ്പടി ജീവിതം അതിനുവേണ്ടി ഉടമ്പടി ജീവിക്കുന്നവരെയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ കൗൺസിൽ ചെയ്ത് അവരെ നിലനിർത്തുകയും ഇങ്ങനെ ദൈവമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ ഒരു ഉടമ്പടി സമർപ്പണ ജീവിതം ആണ് കൃപാസനം സമർപ്പണ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് എൻ്റെ സ്പിരിച്വാലിറ്റി. അതാണ് അവൻ പറയണ പോലെ ചെയ്ത് അവൻ്റെ വചനങ്ങൾ കൈമാറി അവൻ്റെ വചനങ്ങൾ ജീവിപ്പിച്ചും മുന്നോട്ട് പോകുന്ന വേണ്ടിയുള്ള ഒരു മോണിറ്ററിങ് സമൂഹമാണ് കൃപാസനം സന്യസ്തരെ. അതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരെ, അത് 3-4 ഒരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ പല ജീവിത നിലവാരത്തിലുള്ളവരെടുക്കും. സമർപ്പണ കംപ്ലീറ്റ് ബഹുമാന സിസ്റ്റേഴ്സിനെ പോലെ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് കംപ്ലീറ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത ലൈഫുണ്ട്. അതേസമയം സർവീസിൽ കമ്മിറ്റഡ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് ഡ്രസ്സിന് അല്പം വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ വിധവകളുണ്ടാകും. ഇപ്പോൾ ചിലർ അച്ഛനോട് വന്ന് ചോദിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ചെയ്യണത്. അതായത് എൻ്റെ മനസ്സിൽ പണ്ട് മുതലേ ഉള്ളതാണ്. അതായത് വിധവകളുണ്ട്, പുനർവിവാഹം അവർ ആഗ്രഹിക്കുന്നില്ല, അവർക്ക് മക്കളുമില്ല, 50 വയസ്സിന് താഴെയാണ്. അവർക്ക് ദൈവശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജീവിതകാലം മുഴുവൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ഏകസ്ഥരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ആഗ്രഹിക്കുന്നവർ അവരിപ്പോൾ ഏകസ്ഥരാണ്. അതിങ്ങനെ പ്രത്യേകമായ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി തുറന്നുകൊണ്ട് പോകണം. പ്രത്യേകിച്ച് മാതാവിൻ്റെ ശുശ്രൂഷ ചെയ്യാനാണ് വിളിയെങ്കിൽ ആ വിളിക്ക് നമ്മൾ പ്രത്യുത്തരം നൽകാൻ പറ്റുന്നൊരു കോമൺ പ്ലാറ്റ്ഫോമായിട്ട് കൃപാസനത്തിന് ഒരു പുതിയ ശുശ്രൂഷ കേന്ദ്രം നമ്മൾ തുറക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളവർക്കും, അതായത് ഏകസ്ഥരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് വിധവകളായിട്ടുള്ളവർക്കും ചേരാവുന്ന ഒരു സന്യസ്ത സമൂഹമാണിത്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ലൈഫിക്കുന്നവർക്ക് അവർക്ക് വേറെ ക്ലാസിക്കലായിട്ടുള്ള ഡ്രസ്സോടുകൂടി അവർക്ക് വേറെ സംവിധാനങ്ങൾ. പക്ഷേ കമ്മ്യൂണിറ്റി ഒന്നാണ്. കൃപാസന സിസ്റ്റേഴ്സ് എന്നുള്ള രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഒന്നായിരിക്കും. അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവരെ ഈ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. 82 81 29 75 11. ഇത് വാട്സപ്പ് നമ്പറാണ്. വാട്സപ്പ് നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. അതിൻ്റെ ഇമെയിൽ apparitionmissionaries@gmail.com. ഇനി നമ്മളിപ്പോൾ കുറച്ച് സിസ്റ്റേഴ്സ് ഇവിടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരെ പോലെ 1 കൊല്ലമോ 2 കൊല്ലമോ ഒക്കെ അല്ലെങ്കിൽ 6 മാസമൊക്കെ ഇവിടെ ശുശ്രൂഷയിൽ സഹായിക്കാൻ വേണ്ടി വരുന്ന സിസ്റ്റേഴ്സുണ്ട്. അവർ പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി അവർ വരണതാണ്. അവരുടെ പ്രാർത്ഥനയും നടക്കും, മാതാവിനെ സഹായിക്കുകയും ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ലോകം മുഴുവനുള്ള കോൺവെൻറ്റിൽ നിന്ന് സിസ്റ്റേഴ്സിനെ ക്ഷണിക്കുന്നുണ്ട്. അവർക്കിവിടെ താമസത്തിനും ഭക്ഷണത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള പ്രത്യേക സജ്ജീകരണങ്ങളുണ്ട്. അങ്ങനെ ആരെങ്കിലും സിസ്റ്റേഴ്സ് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരും ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള സിസ്റ്റേഴ്സ് 9447285400 വിളിക്കേണ്ടതാണ്. വേറെ ഒരു നമ്പർ തരാം, മാനേജറിൻ്റെ സ്വന്തം നമ്പർ തരാം.
ഇത് എമർജൻസി ആയിട്ട് അത്യാവശ്യമുള്ള കേസാണ്. അതുകൊണ്ട് ഡയറക്റ്റ് മാനേജറായിട്ട് ബന്ധപ്പെട്ടാണ് സിസ്റ്റേഴ്സ്. കൃപാസനത്തിലെ നേർച്ച വസ്തുക്കളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അത് കൃപാസനത്തിലെ നേർച്ച വസ്തുക്കൾ ഉടമ്പടി നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വ്യഞ്ചരിച്ചിട്ടുള്ളതാണ്. അത് ഈ ഓഫീസിൻ്റെ അകത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മുടെ കൃപാസനം ശുശ്രൂഷ കേന്ദ്രത്തിനകത്ത് മാത്രമേ ലഭിക്കത്തുള്ളൂ. ഇത് വ്യഞ്ചരിച്ചാണെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഓഴക്കൊണ്ട് നടന്ന് എന്തെങ്കിലുമൊക്കെ വിൽക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ കാര്യം. വ്യഞ്ചരിച്ചാണെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് റോഡിൽ കൂടി ആൾക്കാർ കൊണ്ടുനടന്ന് വിൽക്കുന്നുണ്ട്. അതൊന്നും ഇതുമായിട്ട് കൃപാസനമായിട്ട് യാതൊരു ബന്ധമില്ല. കൃപാസനത്തിൻ്റെ പേര് പുറത്ത് പിരിവ് നടത്തുന്നവരുണ്ട്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ കൃപാസനത്തിന് ഓർഫനേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിരിവ് നടത്തുന്നവരുണ്ട്. അതെല്ലാം കള്ളത്തരങ്ങളാണ്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് പദ്ധതികളൊന്നുമില്ല. ഉണ്ടെങ്കിൽ അച്ഛൻ ഇവിടെ വെച്ച് ഇതിലൂടെ അറിയിക്കുന്നതായിരിക്കും. അച്ഛൻ നേരിട്ട് ഈ മേക്ക് ഉപയോഗിച്ച് പറയാത്ത ഒരു സംഭവത്തിൽ നിങ്ങൾ പോയി തലവെക്കരുത്. എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഉടമ്പടി ജീവിക്കുന്നവർക്ക് ബൂസ്റ്റ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയും അന്നന്ന് വേണ്ട ആഹാരത്തിന് പോലെ തന്നെ അവർക്ക് അന്നുള്ള കാര്യങ്ങൾ അവിടെ കൂടെ ഉള്ള അച്ഛൻ്റെ പ്രാർത്ഥനയാണ് ഡെയിലി ബ്രെഡിലുള്ളത്. അതുപോലെ ജീവവചസ്സുകൾ നമ്മൾ ഞായറാഴ്ച മാത്രം 8 മണിക്കുള്ള ശുശ്രൂഷയുണ്ട്. ഈ 2 ശുശ്രൂഷകളും പങ്കെടുത്ത് ഷെയർ ചെയ്യേണ്ടതാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ലീവിന് നാട്ടിലൊക്കെ വരുന്നവർ, ഒരു കൊല്ലം ലീവൊക്കെ എടുത്ത് ശുശ്രൂഷ ചെയ്ത് സമാധാനത്തെ ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിസ്റ്റേഴ്സ്, കന്യാസ്ത്രീകൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അവസരത്തിന് വേണ്ടി. 7907 62 24 97. കൃപാസനം പത്രം 23 ഭാഷകളിലുണ്ട്, ഇൻക്ലൂഡിങ് അറബിയിലും ചൈനീസ് ഭാഷയിലുമുണ്ട്. ഏത് മേഖലയിൽ പോകുന്നു ആ മേഖല അനുസരിച്ചുള്ള പത്രങ്ങൾ, ആ ഭാഷ അനുസരിച്ചുള്ള പത്രങ്ങൾ വാങ്ങിച്ച് സുവിശേഷ പേരെ ചെയ്യുന്നതിനുള്ള അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഖണ്ഡ ജപമാല ഗ്രൂപ്പുകളാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനാ സോഴ്സുകളെന്ന് പറയണത്. അത് പല രാജ്യങ്ങളിലും ഉണ്ട്, നമ്മുടെ പല ജില്ലകളിലും ഉണ്ട്. 6 പേര് അല്ലെങ്കിൽ 12 പേര് ഒരുമിച്ച് 1000 മണിയുള്ള ജപമാല പ്രാർത്ഥനാ വരമുള്ളവർ അത് വാങ്ങിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കും. അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉടമ്പടി എടുത്തു വിട്ട വിഷയങ്ങൾ പെട്ടെന്ന് ദൈവതിരുസന്നിധിയിൽ അടയാളം കിട്ടാൻ വേണ്ടിയും കൃപാസനത്തിൻ്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. അപ്പോൾ അതങ്ങനെയുള്ളവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് ഓഫീസിൽ നിന്ന് അഖണ്ഡ ജപമാല ലഭിക്കുന്നതായിരിക്കും. ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നവർ, അച്ഛനെ കാണാൻ അച്ഛനെ കാണണമെന്നുള്ള ഒറ്റ നിർബന്ധത്തിൽ വരുന്ന ആൾക്കാരുണ്ട്. ചില രോഗികളും അവർ അപ്പോൾ ആര് വന്നാലും കുഴപ്പമില്ല, പക്ഷേ അതെല്ലാം വിളിച്ച് ചോദിക്കണം. ഇവിടെ അച്ഛനുണ്ടോ എന്ന് ചോദിക്കണം. ഞാൻ ചില ദിവസങ്ങളിൽ എമർജൻസി ആയിട്ട് ഇവിടെ ഉണ്ടാകത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ അവർ വിളിച്ച് ചോദിക്കണം, അച്ഛനുണ്ടോ, ഞങ്ങൾക്ക് വരാൻ വേണ്ടിയാണ്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ഛനുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഓടി ഇങ്ങോട്ട് വരരുത്. അവർ വന്നിട്ട് ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ ഉടമ്പടി എടുത്ത്, പുതുക്കാത്തവരാണ് ഉടമ്പടി പുതുക്കി, അതുപോലെ തന്നെ ഉടമ്പടി അപ്ഡേറ്റ് ചെയ്യണം. ഉടമ്പടി എടുത്തിട്ട് വലിയ സാക്ഷ്യങ്ങൾ കിട്ടിയവരെ ആ സാക്ഷ്യങ്ങൾ എത്രയും വേഗം സാക്ഷ്യപ്പെടുത്താൻ മറന്നു പോകരുത്. അത് നിങ്ങൾക്ക് നഷ്ടമാണ്, ദൈവത്തിന് നഷ്ടമാണ്. ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ലിവിങ് ഓറക്കിൾസ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാം. ഉടമ്പടി ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വെളിപാട് വചനമാണിത്.
ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇതൊരു സാധ്യതയാണ്. ഈ സാധ്യത ആദ്യം പരീക്ഷിച്ചത് പരിശുദ്ധ അമ്മയാണ്. എന്താണ് സാധ്യത? വേണ്ട സമയത്ത് പറഞ്ഞേ, വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ കൃപാവരത്തിന്റെ സിംഹാസനം എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോയെ സമീപിക്കാവുന്നാണ് പറയണത്. എന്താണ് വേണ്ട സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കേണ്ടത്? കരുണയും കൃപാവരവും. കരുണ എന്ന് പറയുമ്പോൾ 2-3-4 അർത്ഥങ്ങൾ അതിനകത്തുണ്ട് കരുണയ്ക്ക്. ഒന്ന്, നമ്മൾ ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അതായത് കംപ്ലീറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങളും നമ്മളെ യോഗ്യമാക്കി ദൈവം അങ്ങ് ഏകപക്ഷികമായിട്ട് ദൈവം നമ്മളെ റൈറ്റ് ഓഫ് ചെയ്യും. ഇപ്പം കോടിക്കണക്കിന് ഒരുപാട് കടം യാതൊരുവിധ റെമിറ്റൻസും ഇല്ലാതെ അങ്ങ് ഫ്ലാറ്റായിട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനാണ് ഒരു വ്യക്തിയെ ജസ്റ്റിഫൈ ചെയ്തെടുക്കുക. അതിനാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. തിയോളജിയിലെ ഭയങ്കരമായൊരു സബ്ജക്റ്റാണത് ജസ്റ്റിഫിക്കേഷൻ. ഈ കരുണ പലപ്പോഴും ജസ്റ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം ചില സമയത്ത് നമ്മളുടെ പഴയ ഫയലെല്ലാം പരിശോധിച്ചാൽ ഈ ജന്മത്ത് നമുക്ക് ദൈവം ഒരു അനുഗ്രഹം കിട്ടാനുള്ള സാധ്യത ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? നമ്മുടെ പഴയ ഫയലൊക്കെ പരിശോധിച്ചാലേ ഈ ജന്മത്ത് ഒരു ഫേവർ കിട്ടാനുള്ള യാതൊരു സാധ്യത ഉണ്ടാകത്തില്ല. ഇവിടെ ദൈവത്തിൻ്റെ കരുണ വെച്ചിരിക്കുന്ന ഒരു പൊസിഷനാണ് ജസ്റ്റിഫിക്കേഷൻ. എന്നുവെച്ചാൽ എങ്ങനെയാണ് അത് ആ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് ലഭിക്കണം? വെറുതെ അല്ല, ഓശാരം കിട്ടണമല്ലത്. ദൈവം ജസ്റ്റിഫിക്കേഷന് വേണ്ടി ഒരാളെ ഉയർത്തിയിട്ടുണ്ട്. ആരാണത്? ക്രിസ്തുവിനെ. എന്നിട്ട് ക്രിസ്തുവിൻ്റെ കുരിശുരൂപം കണ്ടിട്ട് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അവൻ ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ജസ്റ്റിഫിക്കേഷൻ വരണത്. അത് വെറുതെ അവനല്ല, ക്രിസ്തുവിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണെന്ന്. അതാണ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്തായിട്ട് വരണത്, വിശ്വാസത്തിൽ നീതീകരണം വരണത്. യേശു എനിക്ക് പകരക്കാരനായി, എനിക്ക് കിട്ടേണ്ട ശിക്ഷ അവൻ ശരീരത്തിൽ ഏറ്റെടുത്തു. അതാണ് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. റോമ 8:3 ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അതിനെ കുരിശുരൂപം ഇങ്ങനെ വെച്ചിരിക്കണത്. ഇപ്പം എല്ലാ മിക്ക കത്തോലിക്ക റീത്തുകളിലും കുരിശുരൂപം ഇങ്ങനെ രൂപത്തോടെ കാണിക്കും. ചില സഭകളിൽ കുരിശ് മാത്രമേ കാണിക്കത്തുള്ളൂ. ഓർത്തഡോക്സ് സഭയിലൊക്കെ
പീഡാനുഭവം അനുഭവിച്ച പഞ്ചക്ഷതങ്ങളെ കാണിക്കും, മുൾക്കിരീടത്തെ കാണിക്കും, തിരുവിലാലും മുറിവ് ഇങ്ങനെ തുറന്നു കിടക്കണ കാണിക്കും. എന്താ കാര്യം? ഇത് കണ്ടുകൊണ്ടാണ് അവന് ഭാവിക്കണമെന്നൊരു വചനമുണ്ട്. പണ്ട് മുതലേ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇരുട്ട്. 5000 കൊല്ലം മുമ്പാണ് ഇന്ത്യയിൽ ഇരുട്ടിന് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. ഋഷിമാരൊക്കെ പ്രാർത്ഥിച്ചല്ലേ, തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ. കാര്യം മനുഷ്യന് മനുഷ്യന്മാരിവിടെ വന്ന കാലം മുതൽ ഇപ്പോൾ കുറേ ആൾക്കാർ ഈ കാബ സ്റ്റോണിനൊക്കെ കല്ലെറിയത്തില്ലേ അല്ലേ? മുസ്ലിം സഹോദരങ്ങൾ കാബ സ്റ്റോണിൽ പോയി കല്ലെറിയും, പിശാസിനെ കല്ലെറിയും. അവരതിന് ഹജ്ജിന് പോയാണ് ചെയ്യണത്. എന്തിനാണ്? അവരുടെ പാപത്തിൻ്റെ പരിഹാരമാണ്. പോകുന്നവരും ഇരുമുടി കെട്ടിമുട്ടി പോകുന്നവരും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് പോണത്. അപ്പോൾ ഈ മനുഷ്യന്മാർ ഏത് മതത്തിൽപ്പെട്ടായാലും പാപം തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഏത് മതത്തിൽപ്പെട്ടതായാലും ഈ നൂറ്റാണ്ടുകളിലൂടെ സഹസ്രാബ്ദങ്ങളിലൂടെ എല്ലാം വരുമ്പോഴും ഇതൊരു ഇരുട്ടാണ്. ഇതിനെ ആര് എനിക്ക് മോചനം നൽകും, ആരെനിക്ക് മോചനം നൽകുമെന്നും മനുഷ്യൻ്റെ അന്വേഷണമാണ് മതങ്ങളുടെ ആവിർഭാവത്തിന് കാരണം. ആര് എൻ്റെ ഇരുട്ടിൽ നിന്ന്, ഈ പാപത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് എനിക്ക് രക്ഷ നൽകും എന്നുള്ളത് എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഹെബ്രായർ 1:1 പറയണില്ലേ, വായിച്ച ഹെബ്രായർ 1:1. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പൊ ആരെനിക്ക് മോചനം നൽകും? ഈ ഇരുട്ടിൽ നിന്ന്, പാപത്തിൻ്റെ ഈ ഇരുട്ടിൽ നിന്ന് ആര് മോചനം നൽകും എന്ന് മനുഷ്യരാശി ഉണ്ടായ കാലം മുതലുള്ള ഒരു ഭാരപ്പെടുത്തലാണ്. ഈ ഭാരത്തിന് ആര് രക്ഷിക്കും? അതുകൊണ്ടാണ് ഹെബ്രായർ 1:1 പറയണത് എന്താണ്? പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം നമ്മുടെ പിതാക്കന്മാരോട് പല ഘട്ടങ്ങളിലും പല വ്യക്തികളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ്? ഈ പാപത്തിന് പരിഹാരം ചെയ്യുന്ന പോംവഴികൾ ആരാഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെന്താ പറഞ്ഞ വായിച്ച്? എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എപ്പോഴും നമ്മൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഈ ഫുള്ളായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിലേ, ഇപ്പം ചില ബാറ്ററി ഇല്ലേ, അത് ചില ടോർച്ചൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഒന്നുമില്ല. എവറഡിയുടെ ഒരു ടോർച്ചൊക്കെ ഇല്ലായിരുന്നു പണ്ട്. അപ്പോൾ അവർ എവറഡിയുടെ ടോർച്ച് ഇതിൻ്റെ പരസ്യം എന്താണ്? ഫോർ ബെസ്റ്റ് റിസൾട്ട് യൂസ് എവറഡി ബാറ്ററി. അവിടെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ കുഞ്ഞുനാളിൽ കേട്ട പരസ്യമാണ്. അത് ഈ ടോർച്ചിന് റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോഷിബ എന്നൊക്കെ തോഷിബയൊക്കെയാണ് ഉണ്ടായിരുന്നത്. തോഷിബ ബാറ്ററി ഉപയോഗിച്ചാൽ പറ്റത്തില്ല, ഇതിന് എവറിയുടെ ബാറ്ററി തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കണം. ഈ ക്രിസ്തുവിൻ്റെ ബെസ്റ്റ് റിസൾട്ട് നിങ്ങളീ പറഞ്ഞ IELTS വസ്തു വിൽപ്പനയൊന്നുമല്ല, അതൊക്കെ ക്രിസ്തു ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ നൽകുന്ന, എപ്പോഴും ഞാൻ പറയും, അതിൻ്റെ കൂടെ നൽകുന്ന ഉൽപ്പന്നങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് കിട്ടണമെന്നറിയാമോ? പാപത്തിന് പരിഹാരമായിട്ട് അവൻ ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കണം. എനിക്ക് കിട്ടേണ്ട ശിക്ഷ അവൻ വാങ്ങിച്ചു, എനിക്ക് പകരക്കാരനായി അവനത് റീഫണ്ട് ചെയ്തിരിക്കുന്നു. എനിക്ക് വേണ്ടി പരപിതാവിൻ്റെ തിരുസന്നിധിയിൽ അവൻ പരിഹാരം ചെയ്തു. അപ്പം ഞാൻ സ്വതന്ത്രനായി. അതാണ് ക്രിസ്തു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 8:36. യോഹന്നാൻ 8:36. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അപ്പൊ ഒന്നിനു പറഞ്ഞേ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഈ സ്വാതന്ത്ര്യത്തെ തന്നെ ഈ ബൈബിളിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണത്, ബൈബിള് സത്യവേദ പുസ്തകമാണ്. അതുകൊണ്ട് സത്യമേ ഈ സംഭവം പറയത്തുള്ളൂ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾക്കാർ ബൈബിൾ പറയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും കേട്ടാന്ന് പറയും. സ്വാതന്ത്ര്യത്തിനും ഇപ്പം മൗണ്ട് ബാറ്റൻ പ്രഭു 1947 ആഗസ്റ്റ് 15 രാത്രി നമുക്ക് എഴുതി തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതെന്താണ്? രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമ്മൾ പറയും, പക്ഷേ ബൈബിൾ പറയും അത് ഡ്യൂപ്ലിക്കേറ്റാണ്. എന്താ കാര്യം? ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾക്ക് എത്രയാണ് 8 ലക്ഷം പട്ടാളക്കാരെ വെച്ചിരിക്കുകയാണ്. അതുങ്ങൾ അതിർത്തിയിൽ റാഫേലും അതുപോലെ തന്നെ എന്തെല്ലാം യുദ്ധവിമാനങ്ങളും 6 വിമാനവാഹക കപ്പൽ കടലിൽ നമ്മുടെ 120 യുദ്ധവിമാനങ്ങളെയും കയറിക്കൊണ്ട് കടലിൽ കിടക്കുകയാണ്. എന്തിനാണ്? ഈ മൗണ്ട് ബാറ്റൻ എഴുതി തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കുക. അതാണ് വിഷയം. ഇപ്പോൾ ബൈബിൾ പറയും അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സ്വാതന്ത്ര്യങ്ങളാണ്. മനസ്സിലായ? അപ്പോൾ അത് കണ്ണ് വെട്ടിക്കഴിഞ്ഞാൽ അവർ വന്ന് നമ്മുടെ ജീവനും ഞൊട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അതിനൊക്കെ ഇതുപോലുള്ള ഭയങ്കര വിജിലൻസ് വേണ്ടി വരും എന്ന് പറയും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ട്, പിന്നെ യഥാർത്ഥമല്ലാത്ത ടെമ്പററായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. ടെമ്പററായിട്ടുള്ള ഭൗതിക സ്വാതന്ത്ര്യങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു 10 അടിമത്തം വേറെ കൊണ്ടുവരും. അതിൻ്റെ കൂടെ ഒരു സ്വാതന്ത്ര്യം നമ്മൾ നേടണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ 10 അടിമത്തം അതിൻ്റെതായിട്ടുള്ള ഈ കട്ടും മട്ടും എന്ന് പറഞ്ഞ പോലെ കുറേ സംഭവം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഞാനൊക്കെ പഠിക്കണ കാലത്ത് ഇപ്പം ഇങ്ങനെ ഈ ഡെസ്കായിട്ട് നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പേന ഉപയോഗിക്കാൻ തുടങ്ങിയത് 5ാം ക്ലാസ്സിനെ വെച്ച് 5 ക്ലാസ്സിൽ പേന ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പേന ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ അന്ന് ഡെസ്ക് നോക്കിയാൽ മനസ്സിലാകും നിറച്ച് മഷിയായിരിക്കും. എന്താ കാര്യം? ഈ പില്ലറിൻ്റെ പേന കൊണ്ട് നിറപ്പിച്ചിട്ട് ഇത് കണക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തെളിയ സംഭവം. പിന്നെ എന്ത് ചെയ്യും? ഉടനെ കുടയാണ് എവിടെ കൊടുന്നത്? താഴെയും കുടയും ഡെസ്കേലും കുടയും. ഇപ്പം ഡെസ്കെല്ലാം വൃത്തിയാണ്. എന്താ കാര്യം? ആ നിബ് പേനയുടെ കാലം കഴിഞ്ഞു. അന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ, അത് നമ്മൾ യൂസ് ചെയ്തു. പിന്നീടാണ് ബാൾ പെൻ വന്നത്. ഇപ്പം പുടച്ചൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാലത്ത് ഓരോരോ സംഭവങ്ങൾ വരും. അപ്പം സ്യൂട്ടബിൾ ആയതുകൊണ്ട് നമ്മൾ അപ്പം ഉപയോഗിക്കുന്നു. മനുഷ്യരാശി വീണ്ടും നന്മയ്ക്ക് പുതിയതിന് വേണ്ടി കുറച്ചുകൂടി ഫലപ്രദമായതിനു വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു കൊണ്ടുപോക്കിലെ സ്വാഭാവികമായിട്ട് വെച്ച് മാറൽ ഇങ്ങനെ കാലത്തിലൂടെ ഇങ്ങനെ വെച്ച് മാറൽ നടന്നുകൊണ്ടിരിക്കും. വെച്ച് മാറാൻ പറ്റാത്ത ഒരു സംഭവം എന്താണ്? ക്രിസ്തു മാത്രമാണ്. കൈയടിച്ച് ശ്രുതിക്കടലിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഈ ഭൂമിയിലെന്ന് പറയണത്, ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ ഒരു തട്ടകമാണല്ലോ ഈ ഭൂമി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കപ്പലും പറഞ്ഞ് കിടക്കണില്ലേ, അതിൻ്റെ 10 കണ്ടെയ്നർ കടലിൽ ഒഴുകി നടക്കുകയാണ്. ഒരു ദുരന്തമാണ്. ദൈവം അനുഗ്രഹിച്ച് ആളപായമൊന്നും ഇല്ലാത്തതിന് ദൈവത്തിന് നന്ദി. മഴ തുടങ്ങിയിട്ടുണ്ട്, ദുരന്തക്കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ. അപ്പം ഇങ്ങനെ ദുരന്തങ്ങൾ ഇവിടെ സുഖവും സന്തോഷവും ഉള്ള പോലെ തന്നെ ദുരന്തങ്ങളും അതിൻ്റെ കൂടപ്പിറപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ഇതിങ്ങനെ ഓരോ കാലത്ത് ഇപ്പം നമ്മൾ ഓരോരോ കാലങ്ങളിൽ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് പലതരത്തിലുള്ള ദുരന്തങ്ങളുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ക്യാപിറ്റൽ ട്രാജഡി കലാമിറ്റി, ഒരു CC എന്ന് പറയാവുന്ന ക്യാപിറ്റൽ കലാമിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് അറിയാതെ മരിച്ചു പോണതാണ്.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നിന്നെ പൂർണ്ണമായി അറിയാനുള്ള നിന്നെ പൂർണ്ണമായി അറിയാനുള്ള എൻ്റെ ആഗ്രഹത്തെയും എന്റെ ആഗ്രഹത്തെ എൻ്റെ അവകാശത്തെയും എന്റെ അവകാശത്തെയും നീ നീ ആത്മജ്ഞാനം നൽകിക്കൊണ്ട് ആത്മജ്ഞാനം നൽകിക്കൊണ്ട് അഭിഷേകം നൽകണമേ. അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. പറയണത് നിങ്ങളെ ക്രിസ്തുവിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നാ പറയണത്. മനസ്സിലായ? ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവിനെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നാണ്. എന്താ കാര്യം? ഒരു മനുഷ്യൻ്റെ ആത്മരക്ഷയും അതിൻ്റെ വളർച്ചയും. ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിനെ ആസ്പദം വെക്കണമെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും എന്താണ്, നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനം ഉണ്ടാകും. ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ നടക്കുന്ന ഒരാളാണ്. ചിന്തിച്ചും ആലോചിച്ചും പറഞ്ഞും അമ്മയോട് സംസാരിച്ചും ഒക്കെ ഞാൻ എപ്പോഴും അമ്മയോട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ എൻ്റെ മനസ്സിൽ എപ്പോഴും പരിശുദ്ധ തോന്നിയിരിക്കുന്നത് ഈ ക്രിസ്തു രഹസ്യങ്ങളുടെ ഒരു കുറേ താക്കോൽ അമ്മയുടെ കയ്യിലുണ്ടെന്നുള്ളതാണ്. ക്രിസ്തു രഹസ്യങ്ങളുടെ മറിയത്തെ ഏറ്റവും നല്ല രൂപം എന്ന് പറയുന്നത് ഒരു കൂട്ടം താക്കോൽ പിടിച്ച് നിൽക്കുന്ന ഒരു ലേഡിയുടെ രൂപമാണ്. എന്താ കാര്യം? ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ പറ്റിയ ദൈവം കൊടുത്ത കുറേ താക്കോലുകളുണ്ട് മറിയത്തിൻ്റെ കയ്യിൽ. മറിയമാണ് ഇതിനൊക്കെ എല്ലാം ബെസ്റ്റ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേണ്ട സമയത്ത് അതെനിക്കിപ്പം കിട്ടിയതായിരുന്നു. ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്ത് കിട്ടിയ വേണ്ട സമയത്ത്. ഹെബ്രായർ 4:16 എന്നൊരു വായിച്ച്. ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ വേണ്ട സമയത്ത് ഉതകാൻ വേണ്ടി ഇപ്പം കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ വേണ്ട സമയത്ത് ഉതകത്തില്ലെന്ന് പറയത്തില്ലേ? ചില ആൾക്കാരെ കുറിച്ചുള്ള കമൻ്റ് അതാണ്. ആൾ കൊള്ളാം, ആൾ കഴിവുള്ളവനാണ്, പക്ഷെ വേണ്ട സമയത്ത് ഉതകത്തില്ല. അതാ മനുഷ്യരാശിൻ്റെ നമുക്ക് എല്ലാവരുമൊക്കെ ഉണ്ടാകും, നമുക്കും ആസ്തി പദ്ധതിയൊക്കെ ഉണ്ടാകും, പക്ഷെ വേണ്ട സമയത്ത് നമുക്ക് ഉതകത്തില്ല. ഇത് ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമാണ്. വേണ്ട സമയത്ത് എല്ലാവരും ഉണ്ട്, പക്ഷെ വേണ്ട സമയത്ത് ഉതകത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ പറയണത് അകലത്തെ ബന്ധുവിനേക്കാൾ നല്ലതാണ് അയലത്തെ ശത്രു. അത് വേണ്ട സമയത്ത് ഉതകണം അവനായിരിക്കും, ബന്ധുവൊക്കെ ആയിരിക്കും, പക്ഷേ വേണ്ട സമയത്ത് വേണ്ട സമയത്ത് എന്ന് പറയണത് ആണ്. ഉതകണമെങ്കിൽ വേണ്ട സമയത്ത് തന്നെ ഉതകണം, അത് കഴിഞ്ഞിട്ട് ഉതകിയിട്ട് കാര്യമില്ല. ഇപ്പം ഒരു ചേട്ടൻ ഒരു ദിവസം എന്നോട് പറഞ്ഞേ, എൻ്റെ അച്ഛാ, ഇതിനിപ്പം നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ ഒക്കെ വളരെ വില കുറവാണ് ഈ മരുന്നിന്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഈ രോഗം വന്നപ്പോഴേ ഈ മരുന്ന് ജർമ്മനിയിലേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ വരത്തിച്ചിട്ട് ബോംബെയിൽ എത്തിയായിരുന്നു. അപ്പം അമ്മ മരിച്ചു പോയെന്ന്. വേണ്ട സമയത്ത് ആ മരുന്നുണ്ട്, അവരെത്തിച്ചതാണ്. ഇന്ന് ഈ ചന്തയിൽ ഇങ്ങനെ ഏത് ഇവിടെ ചെന്ന് ചോദിച്ചാലും കിട്ടണ മരുന്ന് ഒരു കാലത്ത് അന്ന് അയാൾ കരയണ സങ്കടപ്പെട്ട് പറഞ്ഞാണ്, ഈ മരുന്ന് ഇന്നത്തെ പോലെ അവസാനം ഉണ്ടായെങ്കിൽ എൻ്റെ അമ്മ ഇന്നും ഉണ്ടായനാണ്. എൻ്റെ കാര്യത്തിൽ വേണ്ട സമയത്ത് അത് ഉതകില്ലെന്ന് അയാൾ പറയണത്. അപ്പോൾ എന്തുകൊണ്ട് ഇല്ല എന്നല്ല പ്രശ്നം, വേണ്ട സമയത്ത് ഉതകുകയാണ്. അപ്പോഴീ വേണ്ട സമയത്ത് നമുക്ക് ഉതകാൻ വേണ്ടിയാണ് ദൈവം ക്രിസ്തുവിനെ അയച്ചിരിക്കുന്നത്. വീട്ടില്ലേ, ക്രിസ്തുവിനെ അയച്ചതിൻ്റെ ഒരു ലക്ഷ്യം എന്താ? വേണ്ട സമയത്ത് നമുക്ക് ഉതകുക, വേണ്ട സമയത്ത് വേണ്ട കാര്യത്തിന് ഉതകുക. അതുകൊണ്ട് എന്താ പറയണത്, അതിന് നമുക്ക് കുറേ സാധനങ്ങൾ വേണം. ഒന്ന്, വേണ്ട സമയത്ത് ഉതകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾക്ക് കുറേ കാര്യം റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. അതാണ് വേണ്ട സമയത്ത് കരുണ കിട്ടണം. കരുണയെന്ന് പറഞ്ഞാൽ എന്താണ്? മേഴ്സി എന്ന് വെച്ചാൽ ഗ്രേസാണ് കരുണ. ഗ്രേസ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗ്രേസ് ഒരു ഫ്രീ ഗിഫ്റ്റാണ്. ക്രിസ്തുവിൽ ഒരു ആൾ വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവം അലോട്ട് ചെയ്യുന്നതാണ്
ദൈവത്തിൻ്റെ പവർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല. നമ്മൾ കൃപാവരം എന്നൊക്കെ പറയുമെങ്കിലും കൃപാവരത്തിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണെന്നറിയാമോ? ദൈവം ഉദ്ദേശിക്കണത് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്. ബാക്കിയെല്ലാം ഇത് ഈ ഒരു സ്റ്റാറ്റസ് കിട്ടിയാൽ ബാക്കിയുള്ളതൊന്നും പ്രശ്നമല്ല. ഈ ഗ്രേസിൻ്റെ വരപ്രസാദത്തിൻ്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്. കാര്യം ഈ പാപമാണ് ഈ രൂപത്തിലാക്കി ക്രിസ്തുവിനെ പോലും ആക്കി കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ല. ഒരു പാപകരമായ ജീവിതവും ക്രിസ്തുവുള്ള ജീവിതവും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരണം. എന്തുമാത്രം ഉടമ്പടി പുരോഗമിക്കുന്നു അത്രയും നമ്മൾ വിശുദ്ധിയിൽ വളരാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിക്കുകയാണ്. പറഞ്ഞേ, എന്തുമാത്രം നമ്മൾ ഉടമ്പടിയിൽ പുരോഗമിക്കുന്നു അത്രയും നമ്മൾ വിശുദ്ധി വളരാനുള്ള ദൈവത്തിന്റെ പദ്ധതികളോട് സഹകരിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു പദ്ധതി കൊണ്ട് എന്താണ് കാര്യം? നമ്മൾ വിശുദ്ധിയിൽ വളരണം. അപ്പോൾ ആ പദ്ധതിയോടുള്ള സഹകരണമാണ് ഈ ഉടമ്പടി. അമ്മ എന്താ ചെയ്യണത്? ഈ വേണ്ട സമയത്ത് നമുക്ക് കരുണയും കൃപാവരവും ലഭിക്കുന്നതിന് വേണ്ടി കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ ഈ കൃപാവരത്തിന്റെ സിംഹാസനത്തെ വേണ്ട സമയത്ത് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി ആദ്യം സമീപിച്ചത് ആരാണ്? അമ്മയാണ്. ഇല്ല, ഇതാണ് എന്നോട് ഇപ്പം പറഞ്ഞത്. ഇങ്ങോട്ട് കയറാൻ നേരത്ത് പറഞ്ഞത് ഇതാണ്. ഈ കൃപാവരത്തിൻ്റെ ഈ ഹെബ്രായർ 4:16 അനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ വേണ്ട സമയത്ത് അവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപാവരം ലഭിക്കാൻ വേണ്ടി കൃപാവരത്തിൻ്റെ സിംഹാസനമായ ക്രിസ്തുവിനെ ആദ്യം സമീപിച്ചത് ആരാണ്? അമ്മയാണ്. അതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത്. മനസ്സിലായില്ലേ? ആദ്യത്തെ സമീപനമാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ഒരു മെൻറ്റർ എന്ന് പറയുന്നത് ആരാണ്? ഒരു ക്രിസ്ത്യൻ ലൈഫിൻ്റെ മെൻറ്റർ ആരാണ്? മറിയമാണ് ശരിക്കും. ഇപ്പം ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞ വചനമുണ്ടല്ലോ, എന്താണ്? ഹെബ്രായർ 1:1 വായിച്ചോ, ഒന്നുകൂടി വായിച്ചേ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ അതായത് ഈ വികസനത്തിന്റെ അവസാന വണ്ടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഈ നമ്മുടെ AK ആന്റണി സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇവിടെ കുറച്ച് വികസനങ്ങളുടെ പദ്ധതികൾ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. ഇപ്പം ഇവിടെ എന്ത് വികസനം കൊണ്ടുവന്നാലും പ്രതിപക്ഷത്തിരിക്കുന്നവർ ചവിട്ടിത്താത്തുകയും പൊടി പിടിക്കുകയും അത് നശിപ്പിക്കുകയും കേരളത്തിനെ പിന്നോട്ടടിക്കുകയും ചെയ്യും. ഇതൊരു സ്ഥിരം കലാപരിപാടിയായിരുന്നു പണ്ട്. അതായത് നാടിൻ്റെ പൊതു പുരോഗതിക്കാണെന്ന് പറഞ്ഞാലും ശരി, ഒരു ഭരണകക്ഷി ഒരു പദ്ധതി കൊണ്ടുവന്ന് കഴിയുമ്പോൾ മറ്റവന്മാർ ചവിട്ടിത്താത്തും. അങ്ങനെ ചവിട്ടിത്താത്തി അവസാനം ആൻ്റണി മുടിഞ്ഞ് ഇനി നടക്കത്തില്ലെന്ന് കണ്ട. ഇനി ഒന്നും ചെയ്തിട്ട് കാര്യം, ഇനി സമയം കിട്ടുന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതാണ് ഇത് വികസനത്തിൻ്റെ അവസാനത്തെ വണ്ടിയാണെന്ന്. ഞാൻ മനോരമയുടെ മെയിൻ ഹെഡിങ് ആയിരുന്നു ഇത് വികസനത്തിൻ്റെ അവസാന വണ്ടി. എൻ്റെ മനസ്സിൽ വെച്ചാൽ ഈ വചനം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്, ഇത് രക്ഷയുടെ അവസാന വണ്ടിയാണ്. അത് നമ്മളോട് ആര് പറഞ്ഞ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ മുഖേന
ഒന്ന് വായിച്ചേ. വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ അവസാന വണ്ടി രക്ഷയുടെ അവസാന വണ്ടിയാണ്. എത്രയോ കാലങ്ങളായിട്ട് ദൈവം പ്രവാചകന്മാരെയും മതസ്ഥാപകരെയും എന്തുമാത്രം മതസ്ഥാപകരുണ്ടായി, എത്രയോ മതസ്ഥാപകരെ ദൈവം വിട്ടു, എന്തുമാത്രം പ്രവാചകന്മാരെ വിട്ടു. ഇനി മനുഷ്യ കഥാനുഗായികളുണ്ട്. മതം സ്ഥാപിച്ചില്ലെങ്കിൽ പോലും അവരുടെ സോക്രട്ടീസിനെ പോലെയുള്ള അവരുടെ നിലപാടുകൾ കൊണ്ട് തന്നെ മനുഷ്യവംശത്തെ സത്യത്തിൻ്റെ പാതയിലേക്ക് പിടിച്ചു വലിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അങ്ങനെ അവസാന കാലങ്ങളിലെ എന്താ തൻ്റെ പുത്രൻ വഴി നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കേണ്ടത്? ഇത് മനുഷ്യൻ്റെ രക്ഷയുടെ അവസാനത്തെ ആളാണ്. ഈ മനുഷ്യരക്ഷയുടെ അവസാനത്തെ ആളാണെന്ന് നമ്മളോട് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരാണ്? അമ്മയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ്, ഇത് രക്ഷയുടെ അവസാനത്തെ ആളാണ്. ഇത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മറിയമാണ്. ഇതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ക്രിസ്ത്യൻ മെൻറ്റർ, അതായത് ഒരു ക്രിസ്ത്യൻ ഒരു വിശ്വാസ ജീവിതത്തിന് നമ്മളെ സഹായിക്കുന്ന ഫസ്റ്റ് മെൻറ്റർ എന്ന് പറയുന്നത് മറിയമാണ്. ഈ മറിയത്തിൻ്റെ വായിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഫണ്ടമെൻ്റൽ ഫോർമുല വെളിപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ ഇടപെടുത്തുന്നതിന് എന്താണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. യോഹന്നാൻ പറയും ദിസ് ഈസ് ദ ലവ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ യോഹന്നാൻ കാണിച്ചെന്ന് ചൂണ്ടിക്കാണിക്കണ ചെയ്തത്. മറിയം ചൂണ്ടിക്കാണിക്കല്ല ചെയ്തത്. മറിയം പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ട ആളല്ല ഇത്. പിന്നെന്താണ്? ഇത് ജീവിതത്തിലോട്ട് ക്ഷണിച്ചു വരുത്തേണ്ട ആളാണ്. ഈ ജീവിതത്തിൽ നമ്മുടെ കൂടെ ജീവിക്കേണ്ട ആളാണ്. ഈ ആൾ നമ്മുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇനി ലോകത്തിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും ഇവനിലാണ്. അതെ, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. എല്ലാ വാഗ്ദാനങ്ങളും 2 Corinthians 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതായത് അവസാന വണ്ടിയാണ്. അവസാന വണ്ടി എന്ന് പറയുമ്പോൾ കാലിക്കടിച്ച് വന്നിരിക്കണതല്ല, എല്ലാത്തിനും സമാധാനം പറഞ്ഞിരിക്കുന്ന, എല്ലാത്തിൻ്റെയും ആൻസറായിട്ടാണ് എൻ്റെ ഉള്ളത്. മനുഷ്യരാശി ഉഴലുന്ന ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള എല്ലാത്തിൻ്റെ ആൻസറാണ്. അതാണ് ജീസസ് ഇസ് ദ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ എടുത്ത് ചില സ്റ്റിക്കറെ കണ്ടിട്ടില്ലേ, ജീസസ് ഇസ് ദ ആൻസർ. ജീസസ് ഇസ് ദ ആൻസർ ഫോർ ഓൾ ക്വസ്റ്റ്യൻസ് ആണ്. ഭൗതികവും ആത്മീയവുമായ മനുഷ്യൻ്റെ എല്ലാവിധ ആശങ്കകളുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരവാണ്. അതുകൊണ്ടാണ് 2 Corinthians 1:20 പറയണത് ക്രിസ്തു പറഞ്ഞ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ്. അപ്പൊ ഈ ലോകത്തിന് പറ്റിയതും വരാനിരിക്കുന്ന ലോകത്തിനുള്ള ദൈവം എന്നെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത് വാഗ്ദാനത്തിലാണ്. ഇത് വാഗ്ദാനം മുഴുവനുമായിട്ടാണ് ക്രിസ്തുവിലെ ദൈവം ക്രോഡീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും നമ്മൾ പ്രാപിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനം പ്രാപിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വളരെ ലളിതമായൊരു ഫോർമുലയാണ് പരിശുദ്ധാത്മാവ് അമ്മയിലൂടെ വെളിപ്പെടുത്തുന്നത്. എന്താണ്? ക്രിസ്തുവിനെ നിനക്ക് സ്വീകരിക്കണോ? നീ ഒരു ഫ്രഷ് ഹാൻഡാണ്. നീ ആദ്യമാണ് ക്രിസ്തുവിനെ കേൾക്കുകയാണ്. ഡു യു വാണ്ട് ടു റിസീവ് ജീസസ് ക്രൈസ്റ്റ്? നിങ്ങൾക്ക് കർത്താവിനെ സ്വീകരിക്കണമെന്നുണ്ടോ? എങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? നീ അവിടെ പോയി ഏതെങ്കിലും വെള്ളത്തിലോ കടലിലോ പോയി മുങ്ങേണ്ട കാര്യമില്ല. പിന്നെ എന്താ കാരണത്? നീ ഇത്രയേ ഉള്ളൂ, അവൻ പറയണ പോലെ ചെയ്യുക. വചനത്തിലുള്ള ന്യായസ്ഥാനമാണ്.
വചനത്തിൽ. ഇതൊരു ജ്ഞാനസ്ഥാനമാണ് ശരിക്കും. പക്ഷേ ആർക്കും ചെയ്യാം. ഒരു സഭയുടെ ഭാഗമാകാതെ തന്നെ നിനക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റും. എന്താ കാര്യം? ഫ്രഷ് ഹാൻഡ്സിൻ്റെ ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഒരു ചാൻസാണ്, ഒരു ഒക്കേഷനാണ്, ഒരു ഓഫറാണ്. ഇതൊരു പുതിയ കാലത്തിൻ്റെ പുതിയ ഓഫറാണ്. എന്താണ്? നിനക്ക് നിന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കണം എങ്കിൽ അതിന് എളുപ്പമാർഗം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക. ഈ ഉടമ്പടിയുടെ ഉൾക്കാമ്പെന്ന് പറഞ്ഞ ഇതാണ്. എന്താ കാര്യം? മറിയം കണ്ടെടുത്ത ക്രിസ്തുവിനെ, ഹെബ്രായർ 4:16 ക്രിസ്തുവിനെയും നമ്മൾക്ക് അക്സസറി ആക്കി തരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ട്, കാര്യം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് ഒരു ദുർവഹമായ ചുമടായി മാറ്റരുതെന്ന് ക്രിസ്തുവിന് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ ദുർവഹമായ ചുമടുകൾ മനുഷ്യരുടെ മുമ്പിൽ വെക്കുന്നു, എന്നിട്ട് നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വന്നവരെ നിങ്ങൾ തടയുന്നു എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പരിശുദ്ധനോട് സംസാരിക്കുന്നത്. ഒരു ദുർവഹമായ ചുമടില്ല എൻ്റെ അകത്ത്. സിമ്പിളാണ്. എന്താ കാര്യം? അവൻ പറയണത് പോലെ ചെയ്യുക. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സകല വാഗ്ദാനങ്ങളും ഒന്നായി ക്രിസ്തുവായി മാറിയ ദൈവത്തിന്റെ പദ്ധതി ഉൾക്കൊള്ളാൻ ക്രിസ്തുവിന്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കുവാൻ പരിശുദ്ധമേ ദൈവമാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോമിശിഹ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇത് സങ്കീർണമായി തോന്നിയായിരിക്കും. പക്ഷെ സങ്കീർണമായി തോന്നേണ്ട കാര്യമില്ല. ഞാൻ വളരെ ലളിതമായിട്ടാണ് സംസാരിച്ചത്. ഈ വിഷയം ഭയങ്കര ടോപ്പായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എന്താണ്? അവൻ പറയണ പോലെ ഗെറ്റ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. റിസീവ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. യേശുവിനെ സ്വീകരിക്കുക, നിത്യരക്ഷ പ്രാപിക്കുക. അതിനെന്ത് ചെയ്യണം? അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ അല്ലേ? ഈ ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ കുറച്ച് സാക്ഷ്യം ഉണ്ടായിരുന്നു. വളരെ നിഷ്കളങ്കമായ സാക്ഷ്യം. ഞാൻ സാധാരണ കുട്ടികളുടെ സാക്ഷ്യം എടുക്കാറില്ല. കാര്യം അവരെ പലപ്പോഴും മുതിർന്നവരെ പോലെയും ഉടമ്പടിയുടെ മെക്കാനിസമൊക്കെ മനസ്സിലാക്കിയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നവരല്ല. അവർ തിരികെത്തിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ആ പഴയ പ്രാർത്ഥനയുടെ ആ ഒരു മേഖലയിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ അവൻ പറയണ പോലെ ചെയ്ത് ആ ഫോർമുല ഉപയോഗിച്ച് ടൈം ഷോർട്ടനിങ് നടത്തുക, ലൈറ്റ് വെയിറ്റിംഗ് ഉണ്ടാക്കുക, നോട്ട് ബൈ മിനിറ്റ് വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചിന്തിച്ച് ആലോചിച്ചല്ല ഇവർ ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. ഒരു സാധാരണ കാഷ്വലായിട്ട് ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ 18 വയസ്സുകാരും. അപ്പോൾ അവരുടെ സാക്ഷ്യങ്ങൾ ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുക്കത്തില്ല. അപ്പോൾ ഇപ്പോഴേ ഈ പരീക്ഷക്കാലമായതുകൊണ്ടാണ് ഈ ടൈമിൽ കുറച്ച് പരീക്ഷ സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സാക്ഷ്യം എന്ന് പറയണത് ഒരു 10-18 പിള്ളേർ ഒരുമിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞൊരു ദിവസം. ഒരേ പ്രായത്തിലുള്ള അവർ BSc നേഴ്സിംഗ് സ്റ്റുഡൻസാണ്. BSc നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ആന്ധ്രയിൽ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ സാക്ഷ്യം അവതരിപ്പിക്കുന്ന രീതികൾ നിങ്ങൾ കണ്ടു കാണും. ആ സാക്ഷ്യം കേട്ടത് കൈപൊക്കുക. ഉണ്ട്, സൂപ്പർ, താങ്ക് യു. 4% ആൾക്കാർ സാക്ഷ്യം കേൾക്കുക. ആ സാക്ഷ്യത്തിൻ്റെ ഘടകങ്ങൾ നോക്കണം നല്ലതായിരിക്കും. ഇപ്പോൾ സാക്ഷ്യം ശരിക്കും പറഞ്ഞാൽ ആന്ധ്രയിലെ കുട്ടികൾ അവർ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ അവരുടെ പരാതി നോട്ട് ബൈ മെറിറ്റ് അവർ പറയണതാണ്. അവരുടെ മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെറിറ്റില്ല. എന്താ കാര്യം? ഒന്ന്, അവരെല്ലാവരും ആവറേജ് സ്റ്റുഡൻസാണ്. അതാണ് അവരുടെ മെറിറ്റ്. യോഗ്യതയില്ല.
കരകയറാനുള്ള സാധ്യത വളരെ കമ്മിയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നുണ്ടത് ഞങ്ങളെല്ലാം ആവറേജ് സ്റ്റുഡൻസാണ്. രണ്ടാമത്തത് അവരുടെ ഒരു ഡീമെറിറ്റ്, അതാണ്ട് ഡീമെറിറ്റ്സിൻ്റെത് വരുന്ന കീഴാണ്. കാര്യം നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഡീമെറിറ്റ് പരിശോധിക്കണം. അയോഗ്യത എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ് അയോഗ്യത? എന്താണ്? ആവറേജ് സ്റ്റുഡൻസാണ്. രണ്ടാമത്തെ അവരുടെ അയോഗ്യത, അവരെ ഒരു ഇതുപോലെ അവരുടെ കൂട്ടത്തിൽ സീനിയറായിട്ടുള്ള കുറച്ച് ഇൻ്റലക്റ്റ് ആയിട്ടുള്ള കുറച്ച് നഴ്സുമാരുണ്ടായിരുന്നു, ചേച്ചിമാർ. അപ്പോൾ ഇവരുടെ ഗതികേട് കാരണം ആ ചേച്ചിമാർ വൈകുന്നേരങ്ങളിൽ സമയം കിട്ടുമ്പോഴേക്ക് ഇവർക്ക് ക്ലാസ് എടുക്കുമായിരുന്നു, എക്സ്ട്രാ ട്യൂഷൻ എടുക്കുമായിരുന്നു നഴ്സിങ്ങിനെ, ഇവരെ കരകയറ്റി കൊണ്ടുവരാൻ വേണ്ടി. ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നു രക്ഷപ്പെടുക. കാര്യം ഭയങ്കര ലോണൊക്കെ എടുത്ത് പോയിരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട്. അതിനിടയ്ക്ക് റിസ്ക്കാണ് ഇവർക്ക് പഠിക്കാനുള്ള ആ ഒരു കൊതി കൊണ്ട് നീന്തി കയറാൻ വേണ്ടിയുള്ള ഒരു എല്ലാ നിവൃത്തിയില്ല, ജീവിക്കാൻ പറ്റത്തില്ല. പപ്പായും മമ്മിയും കുറച്ചും വയസ്സാകും. കുടുംബത്തെ മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങളെ എന്തെങ്കിലും പോയി രക്ഷപ്പെടണം. അതുകൊണ്ട് പഠിക്കാതിരിക്കാനും പറ്റത്തില്ല, പഠിക്കാനുള്ള കഴിവുമില്ല, അതിനുള്ള കാശുമില്ല. അപ്പോൾ അങ്ങനെ വന്ന് എങ്കിലും ഇവർ ബാങ്കിൽ നിന്നൊക്കെ പൈസ എടുത്ത്, പക്ഷെ അത് അവർക്ക് തികഞ്ഞില്ല. സാമ്പത്തികമായിട്ടും അവർക്ക് ഡീമെറിറ്റ് ഉണ്ട്, തികഞ്ഞില്ല. അതുകൊണ്ട് അവസാനം അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫീസിൻ്റെ സമയമായല്ലോ, പൈസ വല്ലതും വേണ്ടി വരുമോ എന്ന്. അതാണ് ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഹെൽപ്പിംഗ്. അതാണ് ദൈവം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും. ഇവർക്ക് പരീക്ഷ ഫീസ് അടക്കാൻ കാശില്ല, പക്ഷെ അവർ ചോദിക്കാതെ തന്നെ മറ്റുള്ളവർ ഇവരോട് പറയുകയാണ്. അപ്പോൾ അതൊരു ഡീമെറിറ്റ്സാണ് ഇതിൻ്റെ അകത്ത്. പണം പഠിക്കാനുള്ള പൈസ ഇല്ലാതെ വരുന്നത്. രണ്ടാമത്തത് എന്താണ്? മാർക്കില്ല. മൂന്നാമത്തത് ഇവരുടെ ഡീമെറിറ്റ്സ് എന്ന് പറയണത്, ഇവരൊരു മെൻറ്ററിനെ പോലെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സീനിയേഴ്സുണ്ട്. സീനിയേഴ്സിൻ്റെ ഡ്യൂട്ടി ടൈം മാറിപ്പോയി. ഇവർ ഫ്രീ ആകുമ്പോൾ അവർ ഫ്രീ ആകത്തില്ല, അവർക്ക് ഡ്യൂട്ടി ആവും. അത് പരീക്ഷയുടെ സമയം വന്നപ്പോഴാണ് ഇങ്ങനെ വന്ന ഒരു പ്രശ്നം വന്നത്. യുദ്ധം നടക്കാൻ പോകുമ്പോഴാണ് കുതിരപ്പടയാളികളെ കാണാതിരിക്കണമെന്ന അവസ്ഥയാണ്. യുദ്ധം നടക്കാൻ പോകുമ്പോഴാണ് കാണാത്തത്. ഇപ്പോൾ ഈ പരീക്ഷ തുടങ്ങണ ഒരു 2 ആഴ്ച ആയപ്പോൾ തന്നെ ഡ്യൂട്ടി ടൈമെല്ലാം ചേഞ്ച് ചെയ്തു പോയി. ഇവരെ തമ്മിൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി. തമ്മിൽ പോലും കാണാൻ 3 ഡീമെറിറ്റ്സ് വന്നു. ഇപ്പോൾ ഈ 3 ഡീമെറിറ്റ്സ്, ഒന്ന് സാമ്പത്തികമാണ്, രണ്ടാമത്തത് അവരുടെ ആവറേജ്, മൂന്നാമത്തത് അവരെ പഠിപ്പിച്ച ആളിൻ്റെ ഡ്യൂട്ടി മാറി, എല്ലാം ഒന്നിനൊന്ന് താഴേക്ക് തട്ടി താഴേക്ക് പോണ അവസ്ഥയാണ്. ഈ ഡീമെറിറ്റ്സിലാണ് ഇവർ ഉടമ്പടി ചെയ്യണത് മാതാവുമായിട്ട്. എന്നിട്ട് മാതാവിനോട് പറയാം, അമ്മേ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, കര കയറിയില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം തീർന്ന്, കര കയറാനുള്ള അമ്പയറുമില്ല, അപ്പം അമ്മ മാത്രമേ അഭയമുള്ളൂ. ഇതാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഇത് പഠിപ്പിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട്, അവർക്ക് പല ചാപ്റ്റേഴ്സും മനസ്സിലാകാത്തത് കൊണ്ട് ഇവർ പരീക്ഷയുടെ ദിവസം രാത്രിയായപ്പോൾ പഠിത്തം നിർത്തിയവർ. കാര്യം ഇനി മുന്നോട്ട് നീന്തിയാൽ കയറത്തില്ലെന്ന് പറയും. അപ്പോൾ നീന്തി പോകുമ്പോൾ നമ്മൾ തളരത്തില്ലേ. അപ്പോൾ ചില ആൾക്കാർ വലിയൊരു രക്ഷിക്കണമെങ്കിൽ കൈപൊക്കാൻ വേണ്ടി കൈപൊക്കി കാണിച്ചിട്ട് ചിലപ്പോൾ ചില രക്ഷിക്കും, ചിലരെങ്കിൽ മുങ്ങിപ്പോവും. അങ്ങനെയാണ്. അതുപോലെ ഇവർക്ക് പഠിക്കാൻ പറ്റാത്ത കണ്ടീഷനായി. അപ്പോൾ ഇവരെന്നാ ചെയ്ത്, ഹോസ്റ്റലിലെ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ എല്ലാവരും കൂടി ഇത് കരഞ്ഞ് അവരുടെ ജീവിത പ്രശ്നം കേൾക്കണമേ. അപ്പം അവരുടെ ജീവിത പ്രശ്നം അവരുടെ പ്രശ്നമാണ് ശരിക്കും, അത് അവർക്ക് വലിയ പ്രശ്നമാണത്. അമ്മ പറഞ്ഞു, അമ്മ അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല, ഞങ്ങൾ ഇങ്ങനെ സിങ്കായിക്കൊണ്ടിരിക്കുകയാണ്, ഈ പരീക്ഷ അമ്മ എഴുതണം, ഞങ്ങൾ അമ്മ തോറ്റ പോലെ ഞങ്ങൾ കണക്കാക്കുമെന്ന്. പ്രാർത്ഥനയൊക്കെ ഭയങ്കര രസമാണ്, ഇവരുടെയൊക്കെ പ്രാർത്ഥന രസമാണ് കേൾക്കാൻ. അതായത് ഈ പരീക്ഷ അമ്മ എഴുതണം, ഞങ്ങൾ അമ്മ തോറ്റ പോലെ കണക്കാക്കും. അപ്പം അമ്മ തോക്കരുത്. അപ്പം പട്ടാങ്ങിയാണ് ശരിക്കും പറഞ്ഞാൽ, അവസാനം പട്ടാങ്ങിയാണ്. ആ പ്രായക്കാരുടെ ഒരു പ്രാർത്ഥനയല്ലേ, നിവർത്തിയില്ല വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകും. പക്ഷെ അതിൻ്റെ വരുന്നൊരു എളിമയുണ്ട്, ഒരു വിനയമുണ്ട്. ദൈവതിരുസന്നിധിയിൽ കൊണ്ടുവന്ന് വാൾ വെച്ച് കീഴടങ്ങുകയാണ്.
എന്താണ്? ഞങ്ങൾ തോറ്റാൽ അമ്മ തോറ്റപ്പോയാവും. ഞങ്ങൾക്ക് വേറെ അമ്മയല്ലാതെ വേറെ ഒരു ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ അതുകൊണ്ടാണ് ഈ യോഹന്നാൻ 5:7 ഒരാളില്ലേ, ആ തളർവായ രോഗിയായിട്ട് കിടക്കുന്ന ഒരാളില്ലേ, അയാളോട് കർത്താവ് 38 വർഷമായിട്ട് അവിടെ കിടക്കുകയാണ് അയാളോട് കർത്താവ് ചോദിക്കണത് എന്താണെന്നറിയാം? അതിൻ്റെ അവലംബങ്ങളെക്കുറിച്ചാണ് ചോദിക്കണത്. നിനക്ക് ആരുണ്ടെന്നാണ് ചോദിക്കണത്. അങ്ങനെ നേരെ ചോദിക്കണില്ല. അതിന് പകരം എന്താ ചെയ്യണത്? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിക്കണത്. അപ്പോൾ അയാൾ പറയും, ആഗ്രഹം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? ആഗ്രഹം കൊണ്ടൊന്നും വർക്ക് ചെയ്യത്തില്ല, ആളില്ലെന്ന് പറയും. അത് അയാളുള്ള കാര്യം ഒന്ന് വായിച്ചത് യോഹന്നാൻ 5:6. യോഹന്നാൻ 5:6. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അപ്പൊ എന്താ വിഷയം എന്ന് പറയുന്നത്? ഇയാളെ സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന മറുപടി എന്താണ്? ഈ 38 വർഷവും ഞാൻ എൻ്റെ രീതി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പരിശ്രമം പറയുന്നുണ്ട് അയാൾ അതിൻ്റെ അകത്ത്. ഈ 38 വർഷവും ഞാനിങ്ങനെ വെള്ളമിളകുമ്പോൾ എന്നെ ആരെങ്കിലോടൊക്കെ ഞാൻ കയ്യും കാലും പിടിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ പറയും. അവരങ്ങനെ എന്നെ കുളത്തിലേക്ക് ഇറക്കും. പക്ഷേ ആ കുളത്തിൽ മാലാഖ ഇറക്കി വെള്ളം ഇളകണ സമയത്താണ് സുഖപ്പെടുന്നത്. പലരും സുഖപ്പെടും, പക്ഷേ ഇയാൾ സുഖപ്പെടത്തില്ല. അങ്ങനെ ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഇയാളെ സഹായിക്കാവുന്നവരൊക്കെ സഹായിച്ച് തീർന്ന് ഇനി ആരും സഹായിക്കാനില്ല. അവൻ്റെ കാര്യത്തിൽ നോക്കില്ല, അവൻ എണ്ണം കെട്ടവനാണ്, പ്രാക്കപ്പെട്ടവൻ. അവനെ കൊണ്ടുപോയത് ബാക്കിയുള്ളവർ കൂടി സുഖപ്പെടുത്തുന്നതെന്ന് ഇയാളെ തള്ളിക്കളഞ്ഞ് ഇയാളിങ്ങനെ പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അതയാളെ പറയുന്നുണ്ട്, ഞാൻ 38 കൊല്ലമായിട്ട് പരിശ്രമമാണ്, ഓരോ കര കയറാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. ഇപ്പം നിങ്ങളൊക്കെ പറയത്തില്ലേ, കെട്ടി വന്ന കാലം മുതൽ കര കയറാൻ വേണ്ടി, കുടുംബത്തെ കരകയറ്റാൻ വേണ്ടിയുള്ള പരിശ്രമമാണെന്ന് പറയും. അതിൻ്റെ അതിൻ്റെ സംഭവം കെട്ടി വന്ന കാലം മുതൽ ഈ കുടുംബത്തിനെ കരകയറ്റാൻ വേണ്ടിയും കരകയറാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. പക്ഷേ എന്താ പ്രശ്നം? നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും നമുക്ക് ആങ്ങളെയുണ്ട്, വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, പാർട്ടിക്കാരുണ്ടെന്നൊക്കെ വിചാരിച്ചാലും ചിലക്ക് ഇവരൊക്കെ പിടിച്ചാൽ നമ്മളെ പൊങ്ങത്തില്ല. അതാണ്. അപ്പോൾ അവരൊക്കെ വന്ന് ശ്രമിച്ച് പോയി. പക്ഷേ ഇയാൾക്കൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇയാളുള്ള കാര്യം ഡിക്ലെയർ ചെയ്യും. ഡിക്ലറേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിങ്ങനെ നാക്ക് കൊണ്ട് പറയണതല്ല. ഡിക്ലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഡിക്ലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഖ്യാപിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ നമ്മൾ പറയണം. ഈ അവസ്ഥ നമ്മൾ പറയുമ്പോഴും നമ്മൾ വേറെ രഹസ്യ അവലംബങ്ങളുണ്ടാകും നമുക്ക്. ഇവിടെയാണ് പ്രാർത്ഥന ബ്ലോക്കാകുന്നത്. നമ്മൾ അവസ്ഥ പറയും, എന്നാലും പറയും സാരമില്ല, 5 സെൻറ്റ് സ്ഥലം അപ്പുറത്ത് കിടപ്പുണ്ട്, ഭാഗവടപ്പടി അപ്പം ചെയ്യുമ്പോൾ കിട്ടും. അനിയത്തിനെ കെട്ടിച്ച് വിട്ടാൽ അപ്പം ഭാഗവടപ്പടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രഹസ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് പറയും. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഡിക്ലെയർ ചെയ്യാം, പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും അവലംബം വെച്ചിട്ടുണ്ടെന്ന് നോക്കണം. ഇയാൾക്ക് ഒരു അവലംബം, സീറോ ഡിപ്പെൻഡൻസിയാണ് ഇയാൾക്കുള്ളത്. സീറോ ഡിപ്പെൻഡൻസി വെച്ചാൽ ഇയാൾക്ക് അങ്ങനെ ഒന്നും ഇല്ല. FD ഇല്ല, പിന്നെ ആരും തരാനില്ല, ആരോടും ചോദിക്കാനും ഇല്ല. ആരോടും എല്ലാവരും ചോദിച്ച് ഇയാൾ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ച് മടുത്ത ആൾക്കാരെ ആ നാട്ടിലുള്ളൂ. പക്ഷേ ഇയാൾ എന്ത് ചെയ്യും? ഡിക്ലെയർ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ഡിക്ലെയർ ചെയ്യും. എന്താ പറയണത്? വെള്ളമിളകുമ്പോൾ എൻ്റെ ഗതികേടാണ്, വല്ലാത്ത ഗതികേടാണ് എനിക്ക്. എന്താണ്? വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. ഈ ആരുമില്ല എന്നുള്ള സംഭവം എനിക്ക് തോന്നുന്നത് എന്തുമാത്രം നേരത്തെ അതൊരു അവയർനെസ്സാണത്. നമ്മൾ ആരും ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ പറയും എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ള ചിന്തയാണ് നമുക്ക് മനസ്സിലുള്ളത്. പക്ഷെ കാലാന്തരത്തിലെ അനുഭവം കൊണ്ട് മാത്രമേ നമ്മൾ ഈ അവയർനെസ് ഉണ്ടാകത്തുള്ളൂ.
എന്താണ്? സത്യം പറഞ്ഞ മനുഷ്യന് ആരുമില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണം, എല്ലാവരും ഉള്ളപ്പോഴും ആരുമില്ലെന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ വരണം. എന്നുവെച്ചാൽ ഒരു കടുത്തൊരു വിഷയം വന്നാൽ നിങ്ങളുടെ കൂടെ 3-ാം ദിവസം 2-ാം ദിവസമൊക്കെ വീട്ടിൽ ഉറക്കം നിൽക്കാൻ, ആശുപത്രി നിൽക്കാൻ ആളുണ്ടാവും. 3-ാം ദിവസം ആളും ഉണ്ടാകത്തില്ല. ഈ നമ്മൾ ആദ്യത്തെ ഒരു സംഭവമാണ് ഈ പറയണത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 1-ാം ദിവസവും 2-ാം ദിവസവും നിങ്ങളവർക്കും നിങ്ങളുടെ മക്കളുണ്ടാവുന്നു. മക്കളില്ല, മക്കളെ വെച്ചാൽ അവർ ആദ്യമൊക്കെ നിൽക്കും, പിന്നെ അവർ മനസ്സിൽ വിചാരിക്കും തള്ളയിടങ്ങും ചത്ത നമ്മൾ സമാധാനത്തിൽ ഇത് പഠിക്കാൻ വരുന്നെന്ന്. അങ്ങനെ തമാശയല്ല. ജീവിതത്തിൻ്റെ കറക്റ്റ് ഹൈഡ്രാ ഫേസ് നിങ്ങൾ കണ്ടിട്ടില്ല. ഇവരെല്ലാം രഹസ്യമായിട്ട് മനസ്സിൽ വിചാരിക്കും മക്കളാണ് സ്വന്തം. നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുത്ത് വളർത്തിയ മക്കളായാലും ശരി, അവരെ നിങ്ങൾ ഇങ്ങനെ അവരെ ജനിച്ച കാലം പോലും നിങ്ങൾ അവിടുത്തെ കഷ്ടപ്പാടെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അത് എന്തിനാ കാര്യം? നിങ്ങൾ വീണ് പോയാൽ ഒരു താങ്ങം കിട്ടാൻ വേണ്ടി അവർ നിങ്ങളെ ഒരുക്കുകയാണ്. ഇത് നിങ്ങൾ പറയേണ്ടതെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞിട്ടൊരു പ്രയോജനമില്ലെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. മനസ്സിലായില്ലേ? ഇത് പറയേണ്ടതെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളിങ്ങനെ തച്ചനിരുന്നുകൊണ്ട് ഊണ് കഴിക്കാൻ നേരത്ത്, അരി തിരിയാൻ നേരത്ത്, ആദ്യ കാലം കെട്ടി വന്ന കാലം മുതൽ നിങ്ങളെ വീട്ടിൽ കയറ്റാഞ്ഞതും, നിങ്ങൾ പായും തറയിലും എടുത്തുകൊണ്ട് അപ്പുറത്ത് പോയി കിടന്ന കാര്യം, ബന്ധുക്കളുടെ വീട്ടിൽ ഭർത്താവ് വെള്ളം അടിച്ച് വന്നിട്ട് നാത്തിൻ്റെ വീട്ടിൽ പോയി താമസക്കാരും അവിടെ ഉറക്കം വരുന്ന കാര്യം, ഇങ്ങനെയൊക്കെ കഥകളൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ഈ കടമാൻ പോത്തിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നല്ലാതെ ഒരു കഥയുമില്ല. അപ്പം നിങ്ങൾ ഇവരോട് ഇതൊക്കെ കഥകൾ പറയണതിൻ്റെ കാര്യം, എന്തെങ്കിലും ഇത്രയും ഞാൻ അനുഭവിച്ചു നിന്നെയൊക്കെ പോറ്റി വളർത്താൻ വേണ്ടി, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ ഒരു താങ്ങുണ്ടാകണമെന്നാണ്. അപ്പം നീ ഡിപ്പെൻഡ് ചെയ്യണത്. നിങ്ങൾ പറയുകയോ പറയാതിരിക്കുകയോ നിങ്ങൾ ചെയ്യുക, എന്ത് ചെയ്യുക, പക്ഷേ ഡിപ്പെൻഡ് ചെയ്യരുത്. ഇയാൾ നമ്മളെ രക്ഷപ്പെടുത്തുമോ എന്നുള്ള ചിന്തയിലേക്ക് വരരുത്. അത് മനസ്സിൽ പോലും ചിന്തിക്കരുത്. ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് ഈ ഡാമേജ് ഡിപ്പെൻഡൻസി സ്വീകാര്യമല്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നുവെച്ചാൽ ഡാമേജ് ഡിപ്പെൻഡൻസി എന്ന് പറയണത്, നിങ്ങൾ പകുതി ദൈവത്തിലും പകുതി പണത്തിലും FDയിലും പറമ്പിലും പൊന്നിലും വെക്കും, ഇല്ലേ? അതാണ് ഡാമേജ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടായാലും ഇപ്പം ചില ആൾക്കാരുടെ മാലയൊക്കെ പൊട്ടിച്ചു പോകുമ്പോൾ അവർ അയ്യോ ചേച്ചി അങ്ങനെ സംഭവിച്ചു ചേച്ചി പ്രാർത്ഥിക്കാൻ മാതാവിനോട് പറയാം എന്ന് പറയുമ്പോഴും ഞാൻ ഉള്ളിച്ചിരിക്കും, നല്ല കാര്യം പോയത് പൊട്ടണം. എന്താ കാര്യം വെച്ചാൽ ഈ സാധനം ഇട്ടുകൊണ്ട് ഇവിടെ വരേണ്ട വല്ല കാര്യമുണ്ട് അവർക്ക് ഈ ബഹളത്തിൻ്റെ ഇടയിൽ മാലയൊക്കെ ഇട്ടുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ട് അവർക്ക്. അപ്പോൾ ഇവർ ഈ നാട്ടുകാരെ കാണിക്കാനും വീട്ടുകാരെ കാണിക്കാനും വേണ്ടി വീട്ടിലിരുന്നാലും വീട്ടുകാരെ അടിച്ചു മാറുന്ന കാരണമാണ് കിടത്തിയിട്ടുണ്ട് നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്നല്ല സംഭവം. ഇത് നമുക്ക് ദൈവത്തിൻ്റെ ഉറപ്പ്, ദൈവം നമുക്കുള്ളതുപോലുള്ള ഉറപ്പ്, ഒരു പക്ഷേ അതിനേക്കാൾ വലിയ ഉറപ്പ് ഈ നിങ്ങളുടെ കയ്യിലുള്ള ഈ ആസ്തിക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ ഒരു അപകടമാണ് ആധ്യാത്മിക മേഖലയിൽ. അതുകൊണ്ടാണ് ഈ സീറോ ഡിപ്പെൻഡൻസിയിലാണ് ഈ ഔഷധപിതാവിനും മാതാവിനും ദൈവം ട്രെയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നില്ലേ? അവർ പ്രസവിക്കണ സമയമായപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും ഇവർ ഡിപ്പെൻഡ് ചെയ്യരുത്. തൊഴുത്തില്ലെങ്കിൽ തൊഴുത്തിൽ ദൈവത്തിനെ മാത്രം ആശ്രയിക്കണം. അതെ, എന്താണ് ഈ ഡിപ്പെൻഡൻസി, ഡാമേജ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എന്നുവെച്ചാൽ ച്യുതികൾ വന്നിട്ടുള്ള ആശ്രയങ്ങൾ, അവലംബങ്ങൾ. മർക്കോസ് 12:30 നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഇതിനകത്ത് വരുന്ന വിഷയം, ദൈവത്തിൻ്റെ നിലപാടിൽ പൂർണ്ണമായ സ്നേഹം മാത്രമേ സ്വീകാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ സ്നേഹിക്കും, അതേ അളവിൽ മക്കളെയും പറമ്പും പൊന്നും ഒക്കെ നിങ്ങളെ ആശ്രയം വെക്കുകയാണെങ്കിൽ ഡാമേജ് ഡിപ്പെൻഡൻസി ഉണ്ടാവും. ഇയാളെ 38 കൊല്ലത്തിൽ ഈ 38 കൊല്ലം ഇവിടെ കിടത്തി, ഈ കൊല്ലം പറയണ എന്താ കാര്യം? ഇയാൾക്ക് ആരോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ മനുഷ്യന്മാരെ ആശ്രയിച്ച്
അനുഗ്രഹം ലാഗ് ചെയ്തെടുത്തതാണ്. എത്രയോ പേര് ഇയാളെ സഹായിക്കാൻ വേണ്ടി ആ വെള്ളത്തിൽ ചുവന്നുകൊണ്ട് ഇറക്കിയതാണെന്നറിയാമോ? ഈ ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് ഇയാൾ സുഖപ്പെട്ടില്ല. ദൈവത്തിന് വേണമെങ്കിൽ സുഖപ്പെടുത്താമായിരുന്നു. ഇവൾ ഡിപ്പെൻഡൻസി വന്ന പ്രശ്നമാണിത്. എനിക്ക് നാട്ടുകാരുണ്ട്, പാർട്ടിക്കാരുണ്ട്, പറമ്പുകാരുണ്ട്, വീട്ടുകാരുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഓരോ മനസ്സിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആൾക്കാരെയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 38 കൊല്ലം എടുത്തത്. അല്ലെങ്കിൽ യേശു വരുന്ന മുമ്പ് തന്നെ ആരെങ്കിലും പിടിച്ച് വെള്ളത്തിൽ മുക്കി വെച്ചെങ്കിൽ ഇയാൾ സുഖപ്പെട്ടേനെ. ഇയാളെ സുഖപ്പെടാത്തതിൻ്റെ കാരണം ദൈവത്തെക്കാൾ പ്രാധാന്യം ഇയാൾ ബന്ധുക്കൾക്ക്, സ്വന്തപ്പെട്ടവർക്കും, മക്കൾക്കും എല്ലാം കൊടുത്തിട്ട് ഡിപ്പെൻഡൻസി വെച്ച്. ദൈവത്തിനുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡിപ്പെൻഡൻസി സ്വീകാര്യമല്ല. അതാണ് പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇത് നിസ്സാരമല്ല, ശരിക്കും പറഞ്ഞാൽ സീരിയമാണ്. അത് ഈശോ വന്ന കാലത്ത് ഈശോ ഇതിനെ വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തത്. ഈ ഒരു കൽപ്പന എന്താണ്? എന്നേക്കാളുപരി ഭർത്താവിനെ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട് എന്ന് പറഞ്ഞ് അത്രയും ക്ലിയറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പള്ളിയച്ചന്മാരിതൊന്നും പറയത്തില്ല. എന്താ കാര്യം? ക്രിസ്തുവിനെ കൊടുക്കുകയല്ല പലരുടെ ഉദ്ദേശം. അവരുടെ ആ വചനത്തിനുള്ള പറ്റുന്നൊരു അതായത് കട്ടൻ്റെതായിട്ട് ക്രിസ്തുവിനെ കൊടുക്കാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ ആ പ്രസംഗം കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കുറച്ച് ഇളക്കങ്ങളൊക്കെ ആൾക്കാരുണ്ടാക്കാവുന്നല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ 0 ഗ്രോത്ത് ആയിരിക്കും വരാൻ പോണത്. നിങ്ങൾ ക്രിസ്തുവിനെയാണ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻസി ഇതെല്ലാം മാറ്റിയിട്ട്, അത് ഈ മനുഷ്യൻ അവസാനം പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ച അയാൾ അനുഭവം കൊണ്ട് പഠിച്ച കാര്യമാണ് പറയണത്. 5:6 എന്താ പറയണത്? വെള്ളം ഇളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ ഇനി ആരുമില്ല എന്നുള്ളതാണ്. ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചെയ്ത് പരിശ്രമിച്ച് പരാജയപ്പെട്ട് പോയി, പിന്തിരിഞ്ഞു പോയി. ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ട് പിന്തിരിഞ്ഞു പോയി ആൾക്കാരല്ല. ഇനി ആരും ഇല്ലെന്നാണ് പറയണത്. അപ്പം അങ്ങനെ ഒരു 0 അയാളെ കൊണ്ടുവരുമ്പോൾ അയാളത് ഡിക്ലെയർ ചെയ്യും. ഈ പെൺപിള്ളേരുടെ ഗുണം ഇതാണ്. അവർ ഡിക്ലെയർ ചെയ്ത് എന്താണ് പറയുന്നത്? അവർ പറഞ്ഞത് അതായത് അവർ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ സത്യം പറഞ്ഞ അമ്മയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല ഡിക്ലെയർ ചെയ്യും. അതായത് നമ്മൾ അമ്മയുണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ട്, യുദാസൻ്റെ പുണ്യാൻ്റെ അടുത്ത് നൊവേനം നടന്നിട്ടുണ്ട്. അയ്യോ എന്തുമാത്രം മനുഷ്യരാണെന്നറിയാമോ? അങ്ങനെ കറങ്ങി നടക്കും. കർക്കസ്ഥാനിയുടെ ഭയങ്കര ബഹളമല്ലേ ഇവിടെ. അവരെല്ലായിടത്തും കൊണ്ട് അക്കൗണ്ട് തുറക്കും. അത് എവിടെ നിന്നാണ്, ഇനി കൃപാസത്തിൽ നിന്നാണ്, ഇനി യുദാസൻ്റെക്ക് എന്നാണ്, അന്തോരിതിലേക്ക് എന്നാണ് അറിയത്തില്ല. അതുകൊണ്ട് എല്ലായിടത്തും കൊണ്ട് പണി വയ്ക്കും. എല്ലാവരും കൊണ്ട് നിങ്ങളുടെ പണിയുകയും ചെയ്യും. എന്താ കാര്യം? നിങ്ങൾ ഫ്രോഡാണെന്ന് ദൈവത്തിന് അറിയാം. അതാ വിഷയം. അത് യുദാസായാലും അന്തോരിസായാലും അമ്മയായാലും കാര്യം കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിലപാട് പ്രഗ്മാറ്റിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഫ്രോഡാണെന്ന് ദൈവം ബ്രാൻഡഡ് ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എപ്പോഴും ദൈവത്തിരുസന്നിധി വരുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. പ്രത്യേകിച്ച് ഉടമ്പടി നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു പ്രാർത്ഥനയല്ല, ബയലാട്ടർ എഗ്രിമെൻ്റാണ്, ദൈവമായിട്ടൊരു എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻറ്റിൽ ആദ്യമേ ഡിക്ലെയർ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ഉടമ്പടി എടുക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലോട്ട് എനിക്ക് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. പലരോടും